സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മര ശരനിലയം ശൃണു മമ ഹൃദയം സ്മര ശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി അധരം മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം അധരം മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം മൗനാചരണം മൗനാചരണം മദീനി സുമുഖി അണയൂ സഖിനി കുവലയ നയനേ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി വദനം രുചിരം ഹൃദയാന്തഹരം മാദകഹാസം മാധവമാസം വദനം രുചിരം ഹൃദയാന്തഹരം മാദകഹാസം മാധവമാസം നീളാവരണം മാറ്റുകടയിതേ വിജനം സദനം കിസലയ മൃദുലേ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മര ശരനിലയം ശൃണു മമ ഹൃദയം സ്മര ശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ആതിര ചേച്ചി
I think ഇത് കണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും they would have completely enjoyed this performance. Absolutely. താങ്ക് യു ചേച്ചി. First of all, ആ പാട്ട് അല്ലെ ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. That has its own value on one side. അതുപോലെ തന്നെ കേരളത്തിന്റെ തനതായ ഒരു കലാരൂപമായ കഥകളി, ആ രൂപം ഇവിടെ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ so proud to be a Malayali beyond a doubt. ഗായത്രിയാണ് കഥകളിയിലെ നളന്റെ ആ വേഷം ധരിച്ച് ഇവിടെ അത്രേ പെർഫോമൻസ് സപ്പോർട്ട് ചെയ്യാൻ എത്തിയത് ഫ്രം ദ സിൽവർ സ്ട്രീക്ക്. സോ ഗായത്രി ബ്രില്യൻറ്റ് ജോബ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടസ്റ്റൻസിനെ വളരെ നല്ല രീതിയിലാണ് ഗായത്രിയുടെ ടീം മെമ്പേഴ്സും ഗായത്രി സപ്പോർട്ട് ചെയ്യുന്നത്. ഐ ഹാവ് ടു സേ എ ബിഗ് താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് കഥകളി കാണുമ്പോൾ ശരത്തേട്ടൻ്റെ ഒരു ഹാപ്പിനെസ് വരുമല്ലേ എപ്പോഴായാലും. ശരത്തേട്ട അത് പെട്ടെന്ന് നമ്മൾ കുട്ടിക്കാലത്തേക്കൊക്കെ ഒരു പോയ ഓർമ്മയാണ്. താങ്ക് യു സോ മച്ച് ഗായത്രി, താങ്ക് യു സോ മച്ച് ആതിര ഫോർ ദിസ്. വളരെ എന്താ പറയുക, ദൃശ്യാനുഭവവും ശ്രവ്യാനുഭവവും രണ്ടും ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞു, അത്രേ പറയാനുള്ളൂ. താങ്ക് യു ചേട്ടാ. ചിത്ര ചേച്ചി നന്നായി പാടിയാതെ. താങ്ക് യു ചേച്ചി. ഗായത്രി ആൻഡ് ഗായത്രിയുടെ എൻ്റെ ടീം അവർ മൂന്ന് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് പാട്ട് ആര് മാതിരെ ശ്രദ്ധിക്കണോ ഡാൻസ് ശ്രദ്ധിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിട്ട് അവരും ചെയ്തു. ആതിരെ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു ചേച്ചി. എനിക്കാകെ തോന്നിയത് പിന്നെ തുണ്ട് പല്ലവിയിലെ സഞ്ചാരിണി അതൊന്ന് ലാസ്റ്റ് തുണ്ട് പല്ലവില്ലേ, ഫസ്റ്റ് പല്ലവി കഴിഞ്ഞിട്ടുള്ള പല്ലവി പാടുമ്പോൾ ഒന്ന് സ്ലിപ്പ് ചെയ്ത് പോയി. പിന്നെ മൗനാചരണം കഴിഞ്ഞിട്ടൊരു ആലാപ്പ് വരുന്നില്ലേ, അതൊന്നുകൂടെ ഒന്നൊരു സുഖം വരായിരുന്നു. അതൊന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് പാടി നോക്കണം. പിന്നെ ഹരം അത് കഴിഞ്ഞിട്ടൊരു ദയീത്തെ എങ്ങനെയാ പാടണേ? ദയീത്തെ 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 ദയീത്തെ. അത് തേന്നൊക്കെ ലൈറ്റ് ആക്കണ്ട. ദയീത്തെ ദയീത്തെ. അതങ്ങനെ അങ്ങനെ ഇരുന്നോട്ടെ. പാടിയത് നന്നായിരുന്നു. എനിക്ക് ബാക്കിയൊക്കെ ഇഷ്ടപ്പെടുത്തി. വേറൊന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. അതിനെ നന്നായിട്ട് തന്നെ ചെയ്തു. താങ്ക് യു ചേട്ടാ. ആതിരെ, സർ ഇന്ന് ഞാൻ ആതിരെ നോക്കിയതേ ഇല്ല. ഞാൻ ആതിരയ്ക്ക് എൻ്റെ 2 ചെവികളും ഗായത്രി ഗോവിന്ദിന് 2 കുട്ടികൾക്കും എൻ്റെ 2 കണ്ണുകളും കൊടുത്തു. ഞാൻ അവരെ നോക്കി ഞാൻ രസിച്ചിരിക്കുകയായിരുന്നു. ആതിരയുടെ പാട്ട് ചെവിയിലൂടെ കേൾക്കുകയും ചെയ്തു. നന്നായിരുന്നു. എ പ്ലസന്റ്. ഈ മധുവാഹിനി എന്ന് പറയുന്നിടത്തൊരു സ്ട്രെയിനുണ്ട്. ആ പല്ലവി എൻ്റെ നിർത്തുന്ന ഗാന്ധാരം വരുമ്പോഴത്തേക്ക് അതെന്താ അങ്ങനെ വരുന്നേ? വാഹിനി നീ അവിടെ അവിടെ ഇച്ചിരി ഞെക്കുന്നു. അതുപോലെ തന്നെ മധുവാഹിനി തുണ്ടുപല്ലവി വരുമ്പോൾ വേറൊരു അഡീഷണൽ ഒരു നോട്ട് കൂടെ ഉണ്ടല്ലോ. അവിടെ ഒരു ഞെക്കൽ വരുന്നുണ്ട്. അതൊന്നും നോക്കിക്കോളൂ. പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞു. ഹൃദയാന്തകരം, സാമജ, ഇത് എല്ലാം ചിത്ര പറഞ്ഞ സെയിം തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ബട്ട് എനിക്ക് ഭയങ്കര സുഖിച്ചു കേട്ടോ. സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ശരച്ച ആതിര, സർ ഞാനും ഇങ്ങനെ അണ്ണം പറഞ്ഞോണം കണ്ണും കാതും ഒക്കെ പല സ്ഥലത്തും പറിച്ചിട്ടിരിക്കുകയായിരുന്നു. അന്ന് എൻ്റെ ഹൃദയം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മളെ ഇതേ ഉള്ളൂ. നിലയം എന്ന് പാടുന്നത് കുറച്ചും കൂടി ഇതൊക്കെ ശരിയാക്കേണ്ട ഏരിയകളാണ്. പിന്നെ സഞ്ചാരണിയുമൊക്കെ ബ്രത്ത് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ആ സംഗതി സ്ലിപ്പായത്. ഫസ്റ്റ് പല്ലവിയിൽ തുണ്ട് പല്ലവി. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ ആലാപ് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. പിന്നെ ഹൃദയം, ഇതൊക്കെ തന്നെ ഞാൻ ചേച്ചിയുടെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടിരിക്കുക. ഹൃദയാന്തഹരം, ദൈതേ, അത് സ്പീഡ് കേട്ടോ, കുറച്ചും കൂടെ സ്പീഡ് വേണം ആ സംഗതിക്ക്. വല്ലാണ്ടങ്ങ് വയസ്സായിപ്പോയി ആ സംഗതിക്ക്. സ്മരശര കറക്റ്റായിട്ട് വന്ന് എന്ന് വരുന്നുണ്ട് മോക്ക് ലാസ്റ്റ് പാടുമ്പോൾ. പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ ചേർച്ചക്കുറവ് വന്നിട്ട് പിന്നെ ചേരുന്നുണ്ട്. അത് കുറച്ചും കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ശരിയാകും കേട്ടോ. പക്ഷെ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വളരെ നല്ല കമന്റ്സ് ആണ് ഈ പ്രാവശ്യം. കഴിഞ്ഞ റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത്രയ്ക്ക് കഴിഞ്ഞ റൗണ്ട് 76 പെർഫോമർ ഓഫ് ദി ഡേ ആയിരുന്നു. അതെ. ഇന്ന് ഇത്തിരി ടഫ് കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഈ മനോഹരമായ പെർഫോമൻസിന് വേണ്ടി യാത്രയ്ക്ക് ലഭിക്കുന്ന മാർക്സ്. ചിത്ര ചേച്ചി on 30. എൻ്റെ മാർക്ക് ഞാൻ പിന്നെ